70th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഗ്രേസ് മമ്മിക്ക് ഞങ്ങൾ എല്ലാവരുടെയും വക ബർത്ത്ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. ഗ്രേസി, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. Many happy returns of the day, Gracie. God bless you a lot. Happy birthday, Gracie Auntie. May the Lord bless you with a lot of happiness and joy throughout the year. Enjoy your day. Happy birthday, Gracie Auntie. I wish you all the happiness, love and laughter that you bring around everyone. And I hope this year is filled with lots of joy and good health. Love you. Happy birthday, dearest Gracie Mummy. ഹാപ്പി ബർത്ത്ഡേ ഗ്രേസി മമ്മി. Hi Gracie Auntie. Wish you a very happy birthday. God bless you and many more happy returns of the day. Gracie, happy Saptadi. ഹലോ കേശി, ഹാപ്പി ബർത്ത്ഡേ ടു യു ആൻഡ് വിഷിംഗ് മെനി മോർ ടു കം. May you be blessed with good health, happiness and peace of mind. കേശിയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കിന് ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരാറുണ്ട്. എൻ്റെ ഒരു മൂത്ത സിസ്റ്റർ എന്ന നിലയ്ക്ക് ഞങ്ങളെപ്പോഴും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നതും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരിയാണ്. കാരണം സഹോദരങ്ങളെല്ലാവരും എപ്പോഴും നല്ല വഴിക്ക് ജീവിക്കുവാൻ, എല്ലാവരും നല്ല രീതിയിൽ വരുവാനും പുള്ളിക്കാരത്തി എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഒരു ടീച്ചറിൻ്റേതായിട്ടുള്ള മാർഗദർശനം തരാനും നല്ല വഴി കാണിച്ചു തരാനും ഒക്കെ പുള്ളിക്കാരത്തി ഏത് സമയത്തും മുൻപിലുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അടുത്ത് ചെല്ലാനോ കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഒന്നും സാധിക്കുകയില്ല. കാരണം എപ്പോഴും കയ്യിലൊരു വടി, കത്തി, അതുപോലെ തന്നെ ഒരു വിറക് കമ്പ്, അങ്ങനെ മാരകായുധങ്ങളൊക്കെ എപ്പോഴും കയ്യിൽ കാണും. എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സെക്കൻഡിൽ അടി തരുമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരത്തി ഉണ്ടെങ്കിൽ അങ്ങനെ അടുക്കളയിലോട്ടുള്ള പോക്കും ഒന്നും അത്ര എളുപ്പമല്ലായിരുന്നു. പിന്നെ ടീച്ചറിൻ്റെതായിട്ടുള്ള മാർഗദർശനം തരുമെങ്കിൽ അതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കി പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്ന വഴിയെ കൂടെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി അങ്ങനെ അങ്ങ് ചിന്തിക്കാറില്ലായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ പോകണം, ഈ രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടല്ല സെക്കൻഡിൽ പൊട്ടിയിട്ട് തരും. അങ്ങനെയൊക്കെയുള്ളൊരു നേച്ചറായിരുന്നു. പിന്നെ സഹോദരങ്ങളൊന്നും ഒരു അവനവൻ്റെ ആ ഫോക്കസ് വിട്ട് വേറെ രീതിയിൽ പോകരുത് എന്നുള്ളൊക്കെ ഒരു ആശയമായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ മനസ്സിൽ. പിന്നെ പുള്ളി എനിക്ക് പ്രത്യേകിച്ച് ഓർക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. കാരണം കൊട്ടിയത്ത് പഠിക്കുമ്പോൾ, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയത്ത് പഠിക്കുമ്പോൾ, കാരണം ഞാനാണല്ലോ ചേട്ടൻ, വീട്ടിലുള്ള നിലവിലെ ചേട്ടൻ എന്ന് പറയുന്നത് ഞാനാണ്. കാരണം മൂത്ത ചേട്ടൻ വീട്ടിൽ നിന്നൊക്കെ മാറി വേറെയല്ലേ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പം പെങ്ങന്മാരൊക്കെ വരികയും വരാൻ നേരത്തേക്ക് ഞാൻ വേണം പോകാനായിട്ട്. ഞാൻ വഴക്ക് പിടിക്കാം. എന്നാൽ വേണ്ട അവൻ പോകണ്ട, അവൻ കൊച്ചല്ലേ എന്ന് പറയും. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ഞാൻ തന്നെ പോക്കേ പറ്റുള്ളൂ. അത് ഗ്രേസിക്ക് വേണ്ടിയിട്ടല്ല, ബാക്കി ആര് പുറത്ത് പോയാലും അവരൊക്കെ പഠിക്കാനൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ അതിനൊക്കെ അവരെ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഞാനായിരുന്നു പോകുന്നത്. അപ്പോൾ ഈ ഗ്രേസി കൊട്ടിയത്ത് പഠിക്കുമ്പം 26 കൂട്ടിക്കൊണ്ട് ഞാൻ വേണം വരാനായിട്ട്. അത് ചിലപ്പോൾ ഒക്കെ സന്ധ്യയാവും. അപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് നടന്നാണ് വരുന്നത് 26 പാലമ്പ്ര വരെ. പിന്നെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടുവിടാനും ഞാൻ തന്നെ പോകണം. അത് രാത്രി ഉറക്കം നമ്മളെ 4 മണിയാകുമ്പോഴത്തേക്കിന് കുത്തിപ്പോക്കി ഉമ്മച്ചി എഴുന്നേൽപ്പിക്കും. എഴുന്നേക്കടാ, കേശിക്ക് പോകണം, നീ കൊണ്ടേ വിട്ടേച്ച് വരണമെന്നും പറഞ്ഞ് 26 വരെ നടന്നു പോകും. ഇപ്പം കേശിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലേ? കൊല്ലംകുളത്തിൻ്റെ പറമ്പ് തീരുമ്പോഴും അവിടുന്ന് നേരെയുള്ള തോടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള പോക്ക്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോമിക്കായിട്ടുള്ള സ്പെഷ്യൽ ഉണ്ട ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ്. കാരണം അത് ഉണ്ട ഉണ്ടാക്കി ടോമിക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. പക്ഷേ എനിക്ക് അതെപ്പോഴെങ്കിലും 2 കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഒരിക്കലും തരത്തില്ലായിരുന്നു ചേച്ചി. ഇതൊക്കെ ഒരു രസകരമായിട്ട് തോന്നുന്നു ഇപ്പം പുറകോട്ട് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കിന്. നമ്മളൊന്ന് എന്നാ പറയുന്നത്, ഒരു വീഡിയോ റീവൈൻഡ് ചെയ്യുമ്പം പണ്ടത്തെ കാസറ്റ് പോലെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കിന് ഇതൊക്കെ രസമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കേശി, once again wishing a very happy birthday to you and wishing many more to come. Thank you. Hi Auntie. I want to tell you how much of an inspiration you are. I remember how when you first came here
you worked in the mailing company and then went to your school and then finished all your certification and worked for a very long time. Thank you for that hard work. You've set a great example for all of us. May God bless you, and we all want to wish you a very happy birthday. Happy birthday, Gracie. ഹാപ്പി ബർത്ത്ഡേ കേശി. ഇപ്പഴാ ഞങ്ങളൊരു കാര്യം ഓർക്കുന്നത്. ഇപ്പൊ ഞങ്ങള് ചക്ക വറുക്കുവാണ്. അപ്പൊ ഇത് കണ്ടോ? കേസി, നോക്കിക്കേ കേശി, ചക്ക എവിടാന്ന് കണ്ടോ? ആ ചക്ക കാണാവോ കേസി? പണ്ട് നമ്മളെല്ലാരും കൂടെ ചാച്ചാച്ച വീട്ടിൽ നിന്ന് ചക്ക പെറുക്കുകയല്ലായിരുന്നോ? കേസിയാണ് എല്ലാം നിയന്ത്രിക്കുന്ന ആള്. കേസിയാണ് എല്ലാം തിരിഞ്ഞെടുത്തത്. ഞങ്ങൾ ചക്ക പെറുക്കും നോക്കും. പക്ഷെ ഞങ്ങളല്ലേ ചക്ക പെറുക്കുന്നതിനിടയ്ക്ക് ഒന്ന് നോക്കും, ഒന്ന് വായിലോട്ട് പോകും. അതാ കേസി കത്തി കൊണ്ട് ഒറ്റക്കൊന്ന്. കേസി ഒന്നുകൊണ്ടല്ല, കേസിയാണ് ഡീസന്റാ. പെറുക്കുന്നതിനിടയ്ക്ക് തിന്നുന്നത് കേസിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഗ്രേസി വാ, നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാൻ നമ്മുടെ പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്നപ്പോ നമ്മളെ വിറകുരയുടെ അവിടെ പോയിരുന്നേ, നമ്മളിങ്ങനെ ചക്ക പെറുക്കുകയില്ലായിരുന്നു. അങ്ങനെ ഇതിപ്പോ അവിടുത്തെ ചോറ്റിയിലെ പുതിയ പ്ലാവിന്റെ ചക്ക കൊണ്ടുവന്നാണ്. ആ നോക്കിക്കേ കേശി, നമ്മളെ ഈ ചക്ക ഇപ്പൊ ഉണ്ടല്ലോ, ചക്ക വേവിച്ച് ചക്ക മീൻകറി ഉണ്ട്, ബീഫുണ്ട്, ആ പിന്നുണ്ടല്ലോ കേശി. ആ ബർത്ത്ഡേ ഞങ്ങൾക്ക് ഓർക്കാൻ എമ്പുടിയുണ്ട് പറയണി. അല്ല, ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പറയും, നീ പിന്നെ എന്നെ വഴക്കൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. എന്നാ പറയും, ഞാന് നിന്റെ ലവ് ലെറ്റർ ഒക്കെ കട്ടെടുത്ത് വായിച്ചിട്ടുണ്ട്. എന്നാന്നറിയോ, അല്ല ഞാൻ കുറച്ചേ വായിക്കുള്ളൂ, പിന്നെ പേടിച്ചിട്ട് വേഗം അതിന്റെ അടിയിലോട്ട് വെക്കും. നീ ലെറ്റർ എവിടെ വെക്കുന്നറിയാമോ? നമ്മുടെ പഴയ വീടില്ലേ കേശി, നമ്മുടെ പരമ്പരയിലെ തറവാട് വീടില്ലേ, ആ തറവാട് വീട് തട്ടുമ്പുറമുള്ള വീടില്ലേ, ആ തട്ടുമ്പുറമുള്ളടത്ത് നമ്മള് സിസിയുടെ ഒരു മേശയില്ലായിരുന്നു അവിടെ. സിസി എപ്പോഴും ഇരുന്ന് പഠിക്കാനായിട്ട് അക്കൗണ്ടൻസി പഠിക്കാനാന്നും പറഞ്ഞ് പോയിരിക്കുന്നത്, എന്തെങ്കിലും പണി ചെയ്യാൻ പറയുമ്പോ അവിടെ ഒരു അലമാരി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ആ അലമാരിയില് അപ്പൊ അതിന്റെ കയ്യില് പേപ്പറിലായിട്ടല്ലേ വെച്ചിരുന്നത്. ആ പേപ്പറിന്റെ താഴെ ഞാൻ എന്തിനോ വേണ്ടി നോക്കുമ്പോഴാണ് പേപ്പറിന്റെ താഴെ കുറെ ഇല്ലന്റ് ഇരിക്കുന്നത്. അപ്പൊ ഇല്ലന്റ് ഇരിക്കുന്നത് കണ്ടപ്പോ ഉണ്ടല്ലോ, പഴയ കാലത്തെ ഇല്ലന്റ് ഇല്ലേ, ഇല്ലന്റ് ഇരിക്കുന്ന നോക്കുമ്പോ ഇത് ലെറ്റർ ഗ്രേസി കുട്ടിന്ന് എഴുതിയത്. എഴുതുന്നയാള് കുഞ്ഞുമോൻ ചായന്. ഇനി കുഞ്ഞുമോൻ ചായൻ പേടിക്കണ്ട, ആരാ ഇവൾക്ക് ലവ് ലെറ്റർ അയച്ചെന്ന. ആ തർപ്പയോസിന് ലവ് ലെറ്റർ ഒന്നും എഴുതാൻ അറിയത്തില്ലല്ലോ. ഓർമ്മയുണ്ടോ തർപ്പയോസിനെ? മണ്ണ് നമ്മൾ ആരുടെയോ ശവടക്കിന് പോയപ്പോ കണ്ടോ. അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു നീ കുഞ്ഞുമോൻചാൻ ഹൈദരാബാദിലായിരുന്നപ്പോ ഇങ്ങോട്ട് അയച്ച കത്തുകളാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എന്റെ കേശി, ഇല്ല ഞാൻ മുഴുവനൊന്നും വായിച്ചിട്ടില്ല കേട്ടോ. പ്രിയ ഗ്രേസിക്കുട്ടി എന്നും പറഞ്ഞ് ബാക്കി ഡയലോഗ് ഒന്നും ഞാൻ വായിച്ചില്ല. വേഗം അല്ല നീ വരുമെന്നുള്ള പേടി ഞാൻ വേഗം മടക്കി അവിടെ തന്നെ വെച്ചിട്ട് പോയി. ലവ് ലെറ്റർ പിടിക്കുക കേട്ടോ? അയ്യോ, അപ്പൊ നിന്നെ ഇപ്പൊ അതങ്ങ് ഓർക്കുമായിരുന്നു ആ കാലങ്ങളൊക്കെ. എനിവേ ഇപ്പം വരുമായിരുന്നു, നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് ചക്കയൊക്കെ വേവിച്ച് നിന്ന് പഴയ കാലമൊക്കെ അയവറക്കായിരുന്നു. കണ്ടോ സെലി അരിയുന്ന നോക്കിയോ ചക്ക. സിസിക്ക് ഇപ്പോഴും പഴയ സ്പീഡുണ്ട്. അയ്യോ എനിക്ക് ആ കറുക്കത്ത് ഇപ്പോഴും ഉണ്ട് നമ്മുടെ വീട്ടില്. അതെ, ഞാൻ നിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കേശിയുടെ അങ്ങനെ എന്തായാലും
ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പറഞ്ഞോ കേട്ടോ. അയ്യോ തനി വല്ലതും കേസ് ചക്കവർക്കിന് കേസിയായിരുന്നു മുൻപന്തിയിൽ നിൽക്കുന്നത്. ചക്ക വെട്ടാനും പെട്ടെന്ന് വെട്ടി വാടി നമുക്ക് അകത്തെ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് ഒരുക്കാന്ന് പറയും. അതെ. പക്ഷേ കേസി അതല്ല അതി പറഞ്ഞ പോലെ തന്നെ പേരമ്മ വരുന്ന ദിവസമാണ് കൂടുതല്. നമ്മുടെ പൂഞ്ഞാറ്റിലെ പേരമ്മ വരുന്ന ദിവസം ആ വെറുവരലോട്ട് ചക്ക അങ്ങോട്ട് മുറിച്ചിട്ട് കഴിക്കും. അതെ കോഴി അതെ, അത് പറഞ്ഞ പോലെ കോഴിയുടെ പൂട പറിക്കാൻ നേരം കേശി പറയും ആരും സംസാരിക്കരുത്, കോഴി എങ്ങനെ തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങ് എടുക്കും എന്നിട്ട് തരും. അതൊക്കെ പൂട പറിക്കുന്ന ജോലിയൊക്കെ എനിക്കൊക്കെയാ. എന്നിട്ട് പറയും ഒരക്ഷരം മിണ്ടാന്നൊന്നും വേണം പൂട പറിക്കാൻ. മിണ്ടിയ പൂട പറയല്ലേ? അല്ലല്ല, അന്നേരം വിട്ടുപോകും. അങ്ങനെയൊക്കെയാണ് പഴയ കാലത്തെ ഓർമ്മകള്. അങ്ങനെ പോകും. ബൈ കേസി, ബൈ. ഇന്നത്തെ തീർന്നു. ബൈ കേശി, ബൈ ബൈ. Wish you a happy birthday. May the new year be filled with happiness, good health and peace. Surely goodness and mercy shall follow all the days of your life. Wish you all the best. May God bless you. കുട്ടിക്ക് 70ാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു, എന്നാൽ പറ്റുന്നില്ല. എല്ലാ ആശംസകളും നേരുന്നു. ഇനി വരുവാനുള്ള വർഷങ്ങളിലും ദൈവം അതിശയമായിട്ട് വഴി നടത്തട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.